اللهم صل على محمد خير خلق الله رسول الله. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇന്നാണ് ബദർ നടന്ന ദിവസം, റമദാൻ 17-ാം ദിവസം. ബദർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്. ബദർ യുദ്ധം നടന്ന വിഷയം ഈ ഭൂലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ, ഇവിടെ ഇസ്ലാം നിലനിൽക്കാൻ തന്നെ കാരണക്കാരായ ബദരീങ്ങളുടെ ആണ്ടിൻ്റെ ദിവസം. ബദർ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കേട്ടവരുമാണ്. അതുകൊണ്ട് ബദരീങ്ങളുടെ മദ്ഹ് പാടലും പറയലുമെല്ലാം ഏറ്റവും പുണ്യകർമ്മമാണ്, ഇബാദത്താണ്. അതിലേറ്റവും ബറക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ബദർ മൗലൂദ് പാടുകയോ അല്ലെങ്കിൽ ബദരിയത്ത് ചൊല്ലുകയോ അവരുടെ മേൽ യാസീൻ ഓതുകയോ ഫാത്തിഹ ഓതി അദീഹ ചെയ്യുകയോ നമുക്ക് കഴിയുന്ന പരമാവധി ചെയ്ത് ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ട് എന്താക്കണം? ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട വറുവിയാൻ ജഅഫർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഔസാനി വാലിദി, എൻ്റെ പിതാവ്, എൻ്റെ ബാപ്പ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ പ്രിയം വെക്കാനും പ്രധാനപ്പെട്ട എല്ലാ കാര്യത്തിലും ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കാനും വസിയ്യത്ത് ചെയ്തിരുന്നു. മഹാൻ തുടർന്ന് അവിടുന്ന് പറയാ, ബദരീങ്ങളെ സ്മരിക്കുന്നിടത്ത് ദുആക്ക് ഇജാബത്തുണ്ടാകുന്നതാണ്. തീർച്ചയായും ബദരീങ്ങളെ സ്മരിക്കുകയും അവരുടെ നാമങ്ങൾ, അതായത് ബദരീങ്ങളെ പേര് മുൻനിർത്തിയിട്ട് ദുആ ചെയ്യുകയും ചെയ്യുന്ന അടിമകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ബറക്കത്ത്, മാഫ്, തൃപ്തി ഇതെല്ലാം കിട്ടുന്നതാണ്. എല്ലാ ദിവസവും അവരുടെ പേരുകൾ ചൊല്ലിയിട്ട് അള്ളാഹുവോട് തേടുകൽ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും കാരണമാകുന്നതാണ് എന്ന് മഹാന്മാർ ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ബദരീങ്ങളുടെ പേര് ചെല്ലുമ്പോൾ ഓരോ പേര് ചെല്ലുമ്പോൾ ഓരോ തർളിയത്ത് ചെല്ലണം. ഉദാഹരണമായി സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ ഓരോ പേരുകൾക്ക് തർളിയത്ത് ചൊല്ലുമ്പോഴാണ് കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾ വീടാൻ ഞങ്ങൾക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് എല്ലാവരും ബദരീങ്ങളെ പേര് വിളിച്ച് ദുആ ചെയ്യുക. അല്ലാഹു റബ്ബ് നമ്മെല്ലാവരെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ.